കൂട്ടുകാരെ, കുഞ്ഞുമോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ക്ലീനിങ് ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മിക്സി കേട്ടോ, മിക്സിയുടെ ജാറ്. അപ്പോൾ മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളൊരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളിത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ ജാറായിരിക്കും കേട്ടോ. എന്തിനും എളുപ്പത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ് ചെറിയ ജാറ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ജാറാണ് കേട്ടോ ഞാനിവിടെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അതേ നമ്മുടെ ചെറിയ ജാറാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് സുജാതയുടെ മിക്സിയുടെ ജാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക കാര്യങ്ങൾക്കും ഇപ്പോൾ തേങ്ങ അരയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെറിയ ജാറ്, പിന്നെ ഉഴുന്ന് കാര്യങ്ങളൊക്കെ അരയ്ക്കുന്നത് വലിയ ജാറിൽ കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചെറിയ ജാറ് കേടാവും, കാരണം നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതല്ലേ. അപ്പോൾ എൻ്റെ ചെറിയ ജാറിൻ്റെ അവസ്ഥ ഇതേപോലെയാണ് കേട്ടോ. ഇതേപോലെ കുറച്ച് ഒരു 4-5 വർഷം പഴക്കമുള്ളൊരു മിക്സിയാണ് കേട്ടോ. ഇതാ മിക്സിയുടെ ഉള്ളിൽ നോക്കി നോക്കിയാൽ ഇതേപോലെ കാരണം ഒരാഴ്ചയിൽ ഇതുപോലെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ വരും കേട്ടോ. അപ്പോൾ നമ്മളൊരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതൊന്നൊരു ക്ലീനിങ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ വാഷിൻ്റെ മുകളിലൊക്കെ നന്നായി അഴുക്ക് പിടിച്ചിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഇതേപോലെ ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ അതിനായിട്ട് നമ്മളിതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ ചെറിയ ജാറ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ കേട്ടോ. അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമുക്ക് ഒരു ജസ്റ്റ് ഇളം ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളമല്ല, ലൈറ്റ് ചൂടുള്ള വെള്ളം, നമുക്കിതേ കൈയൊന്നും ഇങ്ങനെ തൊടുമ്പോൾ പൊള്ളാത്ത പാകത്തിനുള്ള വെള്ളമല്ലേ, അതേപോലത്തെ ചൂടുള്ള വെള്ളം നിങ്ങളൊരു പാത്രത്തിൽ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ എങ്ങനെയാണ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടുള്ളൂ. പിന്നെ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ്ങിന് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുറുക്ക ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര പാകം, ഒരു 1/4 കപ്പ് സുറുക്ക ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറ് മാത്രം ഉപയോഗിക്കുന്ന കാരണം തന്നെ ഞാനൊരു ചെറുനാരങ്ങ മാത്രം കേട്ടോ മൊത്തമായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ തൊലിയും കൂടിയും അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊലി നിങ്ങൾ കളയണ്ട, കാരണം ഇത് ഉരച്ച് കഴുകാൻ അത് സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വാഷിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഞാൻ വിമ്മിൻ്റെ ലിക്വിഡാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് തന്നെ ഒരു സ്പൂൺ അതിലൊഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ സംഭവം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ബേക്കിംഗ് സോഡയും നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞതും പിന്നെ നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡും ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ഈ ജാറിൻ്റെ ഈ വാഷില്ലേ, ആദ്യം ഊരിയിട്ടിട്ട് അതിലിടുക. വാഷ് ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ലോണം അഴുക്കിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിലിടുക. മിക്സിയുടെ മെയിൻ ജാറ് ഇതിൽ മുക്കിയിടുക. അപ്പോൾ ഞാൻ മുങ്ങിക്കെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം എടുത്തിട്ടില്ല കേട്ടോ ഞാനിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിടേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട് കണ്ട. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടുമ്പോഴേക്കും തന്നെ നന്നായിട്ടൊരു കളറിനൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് മറിച്ച് അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടും കേട്ടോ. കാരണം ഈ മിക്സിയുടെ ജാറ് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഞാൻ വെള്ളം എടുത്തില്ല കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം അതിൽ മുക്കിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ച് നോക്കുക. അപ്പോൾ ഉരയ്ക്കുമ്പോൾ തന്നെ അറിയാൻ, കണ്ടില്ലേ ഇവിടെ അഴുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് പതുക്കെ ഉരയ്ക്കണുള്ളൂ ഞാൻ. ഉരയ്ക്കുമ്പോൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നിറം നിങ്ങൾക്കിപ്പോൾ തന്നെ ലൈവായിട്ട് കണ്ടാൽ അറിയാം കേട്ടോ. നന്നായിട്ട് വെളുക്കും. ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ ചെളി. അത് നമുക്ക് ഈ വെള്ളയായ കാരണം തന്നെ അത് വലിയൊരു അപാകതയായിട്ട് കാണിക്കും. ഈ അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കണ്ണാടി പോലെ തിളങ്ങൂട്ടോ. കണ്ട ഉള്ളിലൊക്കെ നല്ലോണം അഴുക്കുണ്ട് കേട്ടോ. നമ്മളിത് ഡെയിലി ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇത്ര പ്രയാസം വരില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനൊരു ടിപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന കാരണം ഇത്ര പ്രശ്നം വന്നിട്ടില്ല നമ്മുടെ ജാറ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് നമ്മൾ ഉരച്ചെടുക്കുക. ബ്രഷ് ഇല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ലേ, സ്പോഞ്ച് കൊണ്ട് ഉരയ്ക്കുക. ബ്രഷ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ജാറിൻ്റെ ഉള്ളിലൊന്നും പോവാൻ, ഈ അടിഭാഗത്തൊക്കെ ഒന്നും പോകാൻ പ്രയാസമില്ല. തുമ്പിങ്ങനെ ആയിട്ടുള്ള ബ്രഷൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറ് ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ സൂപ്പറായിട്ട് ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ ഈ പഴയ ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അധികം നമ്മൾ ബലം പിടിച്ച് ഉരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായി ക്ലീൻ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ജാറൊക്കെ നന്നായി ഉരച്ചിട്ടുണ്ട്. അതിന് ശേഷം മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ എന്താ പറയുക, ഈ ബ്ലേഡിൻ്റെ ഉൾഭാഗങ്ങളിൽ ഒരു കളർ വരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തുമ്പുള്ളൊരു ബ്രഷ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ പോരും. അല്ലെങ്കിൽ തന്നെ നമ്മളത് ഈ തിളച്ച വെള്ളം ആദ്യം തന്നെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മളെ മിക്സിയുടെ ജാറ് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഉള്ളിൽ നിന്നുള്ള അഴുക്ക് പോരും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ നോക്കിയാൽ നല്ലോണം അഴുക്കുണ്ട്. അപ്പം ഞാൻ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വെച്ച്
ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായി പോരും. കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ലേ ഇതിലിങ്ങനെ മുക്കിയിടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മുക്കിയിട്ടാൽ തന്നെ ഉള്ളിലത്തെയൊക്കെ നന്നായി അലിഞ്ഞു പോന്നോളും. ഇപ്പോൾ ദേ മിക്സിയുടെ ജാറിൻ്റെ മൂടിയുടെ മുകളിൽ നല്ലോണം അഴുക്കുണ്ടായിരുന്നു, കണ്ടില്ലേ? ഞാൻ ഉരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുറച്ച് നേരം തന്നെ നമ്മൾ കുതിർത്തിട്ട കാരണം കണ്ട ഇതേപോലെ അലിഞ്ഞിങ്ങോട്ട് പോരും കേട്ടോ. നല്ലോണം അടിപൊളിയായിട്ട് പുതിയതുപോലെ ക്ലീൻ ആവും കേട്ടോ, ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നോക്കിയാൽ നല്ലോണം തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഇതിൻ്റെ വാഷൊക്കെ നിങ്ങൾ നോക്കിയാൽ വാഷിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം മറ്റേ ചെറുനാരങ്ങയുടെ തൊലി ഞാൻ അതിലിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടൊന്ന് ഉരച്ചു കൊടുക്കുക. കുറേ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറ്റാവുന്ന വിധത്തിൽ ദേ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരയ്ക്കുക. ബ്രഷ് വെച്ച് ഉരയ്ക്കുമ്പോൾ നോക്കിയാൽ എൻ്റെ കയ്യിലേക്ക് അതിൻ്റെ തരിതരിപ്പ് ഇങ്ങനെ പൊടിഞ്ഞു പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ നമുക്കിത് ബ്രഷ് വെച്ചിട്ട്, ഇത് സ്ക്രബും ഇതൊന്നും വെച്ചിട്ട് ഉരയ്ക്കരുത്, കാരണം ഇത് പൊട്ടിപ്പോവും. ഇതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ട് ഉരച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതേ നമ്മുടെ ആ വെള്ളമൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞ് വേറൊരു വെള്ളത്തിൽ ദേ നമ്മൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ എത്ര നന്നായിട്ടാണ് നമ്മുടെ അതേ ഇതൊന്ന് ക്ലീൻ ആയിട്ടുള്ളതെന്ന്. ഇത് പുതിയ മിക്സിയുടെ ജാറ് പോലെ ആയിട്ടാണ്. നമ്മൾ നന്നായി മിക്സിയുടെ ജാറ് ക്ലീൻ ആയതിന് ശേഷം നന്നായി തുണി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും ഉള്ളിലത്തെ എല്ലാം ഒപ്പിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിക്കോളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വെള്ളം കയറും. നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയിൽ എങ്ങനെയും അരയ്ക്കാൻ അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ വെള്ളം ഉള്ളിൽ പോയിട്ട് ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി വെള്ളം ഒപ്പിക്കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം കുറച്ച് നേരം നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെയിൽ സമയമായ കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉണക്കുകയും ചെയ്യും. ഇങ്ങനെ കമത്തി വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നന്നായി ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തുണി വെച്ചിട്ട് ഒപ്പ് വെച്ചാലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.